അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖവും സമാധാനവും സന്തോഷവും ഹൈറും ബർക്കത്തും നിറഞ്ഞ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒരു മുട്ട റോസ്റ്റും വട്ടയപ്പും. മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതായത് മുട്ട നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ നമുക്കൊരു 3-4 ദിവസമൊക്കെ വെച്ചേക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ മുട്ട റോസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ അപ്പോൾ ഒരു വെറൈറ്റിയാണ്. വെള്ളത്തിൽ കുതിർത്തി ഒരുപാട് നേരമൊന്നും വെക്കേണ്ട, 1 മണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കിയ അപ്പമാണ് കേട്ടോ വട്ടയപ്പം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനും അല്ലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. ഒരു വൈകിട്ടാണ് അവർ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചിക്കൻ കറിയോ ബീഫോ മട്ടനോ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കിയിട്ട് ഇതുപോലൊരു അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അതേപോലെ തന്നെ ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. രാവിലെ നമ്മൾ സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ 1 മണിക്കൂർ മുമ്പ് ഇട്ടാൽ മതി കേട്ടോ. എഴുന്നേറ്റതിന് ശേഷം, അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തയ്യാറാക്കാം. അതിനായിട്ടുള്ള എന്താണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കണം. ആ 1 കപ്പ് അരിക്ക് 1/4 കപ്പോളം ചോറാണ് ഇട്ടേക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു തേങ്ങയുടെ 4/1 ഭാഗം തേങ്ങ, അത് പാലായിട്ടോ അല്ലെങ്കിൽ തേങ്ങ തന്നെ അതിനകത്തിട്ടിട്ട് അരച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് അതിൽ കൂടെ അടിച്ച് 1 മണിക്കൂർ ഇപ്പോൾ 1 മണിക്കൂർ നേരം മതി കുതിർക്കാനായിട്ട്. കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ, റെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് അരച്ചതിന് ശേഷം നല്ല കട്ടിക്കായിട്ട് അരയ്ക്കണം കേട്ടോ. ഒരുപാട് ലൂസ് പാടില്ല, ഇച്ചിരി കട്ടിയായിട്ട്, അതായത് ഒരുപാട് കട്ടിയും പാടില്ല കേട്ടോ. അങ്ങനെ ആയിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു സോസ് പാനിലോ, ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാത്രം എന്നാന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ എന്നൊരു കുറച്ച് വട്ടമുള്ള പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ മാവ് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൂടിയിട്ടിട്ട് ആ പാത്രത്തിലെ വെള്ളം അതിൻ്റെ മുകളിൽ വെക്കണം. തിളച്ച വെള്ളം കേട്ടോ. ഒരു 15 മിനിറ്റ് വെക്കുമ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ പെർമനൻ്റായി നല്ലത് ഇതുപോലെയുള്ള അപ്പം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റും. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന അപ്പമാണ് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. അത് എല്ലാ കറിക്കും കൂട്ടാം. കടലക്കറി, പരിപ്പ് കറി, അങ്ങനെയുള്ള എല്ലാ കറിക്കും, മട്ടനൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇത്രയും ടൈം മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇൻസ്റ്റൻറ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വട്ടയപ്പമാണ്. മുട്ടക്കറി എന്ന് പറഞ്ഞാൽ മുട്ട നമ്മൾ ആദ്യം തന്നെ പൊട്ടിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. അധികം എണ്ണ ഒഴിക്കേണ്ട, പാനിനകത്ത് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കറി വെക്കാൻ എത്ര മുട്ട എടുക്കുന്നോ അത് ആ പാനിനകത്ത് ഓരോന്നോരോന്ന് വെറുതെ പൊട്ടിച്ചൊഴിക്കുക. ഇളക്കൊന്നും വേണ്ട, പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് മറിച്ചിടുക. അങ്ങനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റി വന്നിട്ട് നമുക്ക് മസാലയൊക്കെ, മുട്ടക്കറിക്ക് വേണ്ടി തയ്യാറാക്കുന്ന മസാല ഉണ്ടല്ലോ, അത് കുക്കറിനകത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്രേവി ആയി കിട്ടും. സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഗ്രേവി ആയി കിട്ടും. എന്നിട്ട് അതിനകത്ത് എപ്പോഴും സാധാരണ തയ്യാറാക്കുന്ന പോലെ തന്നെ മുട്ടക്കറിയുടെ ഗ്രേവിക്കകത്തോട്ട് ഇതിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും തക്കാളിയും പച്ചമുളക് വേപ്പില ഇതെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം ഗരം മസാല ഇട്ട് നമുക്ക് കറി തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുട്ട ഇങ്ങനെ ഡ്രൈ ആക്കിയെടുത്ത മുട്ടയുണ്ടല്ലോ അത് അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് വേണ്ട. അതിനകത്ത് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലെ മഞ്ഞക്കരുവൊക്കെ നമുക്ക് മുകളിൽ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് മഞ്ഞക്കരുവിനകത്ത് ഉപ്പും അതിലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അതിനകത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ എഗ് റോസ്റ്റ് റെഡി. അപ്പോൾ അങ്ങനെ ഈ അപ്പത്തിന് തയ്യാറാക്കിയ ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും ആർക്കും കൊടുക്കാൻ പറ്റിയ ഈ എഗ് റോസ്റ്റും ഈ വട്ടയപ്പും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ അപ്പം തയ്യാറാക്കാനായിട്ടുള്ള വിശദ വിവരങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഇട്ടുക. അതായത് 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറ് മതി കേട്ടോ. ഒത്തിരി ചോറൊന്നും ഇട്ടേക്കരുത്. അപ്പം നമുക്ക് ഈ അപ്പത്തിനൊരു
ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും, നമുക്ക് അപ്പം ഒരു വളവളപ്പ് തോന്നും. അപ്പോൾ അത് അങ്ങനെ വരരുത്, സ്പോഞ്ച് പോലെ ഇരിക്കുകയും വേണം, പക്ഷേ ഒട്ടിപ്പിടിക്കാനും പാടില്ല. അതുപോലെ അപ്പോൾ ചോറ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അപ്പത്തിന് എപ്പോഴും നമ്മൾ ഇടുമ്പോൾ ചോറ് എത്ര അരിയാണോ ഇടേണ്ടത് അതിൽ 4/1 ഭാഗം ചോറേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അപ്പം ഉണ്ടാക്കി അപ്പം തയ്യാറാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന്. നിങ്ങൾ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയില്ലേ, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ള അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതേപോലുള്ള വീഡിയോയ്ക്കായി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.